അധ്യാപക സ്ഥിര നിയമന നിരോധന ഉത്തരവ് പിൻവലിക്കുക എന്ന ആവശ്യവുമായി തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ആൻഡ് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ മാത്യു ശാസ്താംപടവിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എയ്ഡഡ് സ്കൂളിലെ സ്ഥിര നിയമനം ലഭിച്ച അധ്യാപകർക്ക് ഭിന്നശേഷി സംവരണ പ്രശ്നം ഉന്നയിച്ച് ദിവസവേതനാടിസ്ഥാനത്തിൽ ശമ്പളം നൽകാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്നും ശമ്പള സ്കെയിൽ പുനഃസ്ഥാപിച്ച നിയമന അംഗീകാരം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് തലശ്ശേരി അതിരൂപത കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ പ്രതിഷേധ ദിനം കോർപ്പറേറ്റ് തലത്തിൽ എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും അധ്യാപകർ കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധം നടത്തി. ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ അംഗീകരിക്കുമ്പോൾ പ്രായം കഴിഞ്ഞവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. കേരളത്തിൽ നിലവിലുള്ള ശമ്പള സ്കെയിൽ എന്ന രീതിയെ അപ്പാടെ തള്ളിക്കൊണ്ട് അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കി തരം താഴ്ത്തുന്ന പ്രവണത അത്യന്തം പ്രതിഷേധാത്മകമാണ്. അധ്യാപകരുടെ സർവീസ് ആനുകൂല്യങ്ങളെല്ലാം സർക്കാരിന്റെ ഈ നിലപാട് മൂലം നഷ്ടമാകും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സർവീസ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ നഷ്ടം സാമ്പത്തികമായി വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഭിന്നശേഷി സംവരണം നടപ്പിലാക്കി അവർക്ക് തസ്തികകൾ മാറ്റിവെച്ചിട്ടും ഭിന്നശേഷിക്കാർ വന്ന് നിയമനം നേടാത്തതിന്റെ നിയമപ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം സാധാരണ അധ്യാപകരുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണം. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയോടുള്ള ഈ ഇരട്ടത്താപ്പ് നയം ഉപേക്ഷിച്ച് നിലവിലുള്ള ഉത്തരവ് പിൻവലിച്ച് അധ്യാപകരുടെ സ്ഥിര നിയമനങ്ങൾ അംഗീകരിക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. പ്രതിഷേധയോഗം തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജറും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഡയറക്ടറുമായ റവറൻ ഫാദർ മാത്യു ശാസ്താംപടവിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് വടക്കേമുറിയിൽ, അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ നിതിൻ പൂകമല, പ്രിൻസിപ്പൽ ലിൻസി പി സാം, ടീച്ചേഴ്സ് ഗിൽഡ് സെക്രട്ടറി റോബിൻസ് എം ഐസക്, DCC ജനറൽ സെക്രട്ടറി സാജു തോമസ് എന്നിവർ സംസാരിച്ചു. എടൂർ വെളിമാനം സ്കൂളുകളിലെ അധ്യാപകരും അനധ്യാപകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. പ്രതിഷേധാഗ്നി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2018 മുതൽ നടത്തിയ സ്ഥിര നിയമനങ്ങൾ സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെയുള്ള ഒരു കയ്യേറ്റമാണിത്. ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിക്കുന്ന വേളയിൽ ഈ രാജ്യത്ത് എല്ലാ വിഭാഗങ്ങൾക്കും കൊടുത്ത ആനുകൂല്യങ്ങൾ മുഴുവൻ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പിണറായി സർക്കാർ നടത്തുന്ന ഒരു താണ്ഡവമാണിത്. ഇതിന്റെ ശക്തമായ പ്രതിഷേധം ഇന്ന് കേരളത്തിലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്ഥിര നിയമനം നടത്തിയ അധ്യാപകരെ സംബന്ധിച്ചോളം ആ സ്ഥിര നിയമനം നടത്തി വിവിധ മേഖലകളിലേക്ക് അവരുടെ ശമ്പളവും മറ്റുമൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു ഇടിത്തീ പോലെ കേരളത്തിലെ അധ്യാപകരുടെ നേരെ വന്നിരിക്കുന്ന ഈ അപകടകരമായ ഈ കേരള സംസ്ഥാനത്തിന്റെ ഈ വെട്ടിച്ചുരുക്കൽ കേരളത്തെ അധ്യാപക വൃന്ദങ്ങളെ സംബന്ധിച്ചോളം വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് വളരെ ഗൗരവത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, കേരള പിറവിക്ക് ശേഷം കേരളം കണ്ട ഒരു ദുർഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒതുക്കിക്കൊണ്ട് കേരളത്തിലെ അധ്യാപക വൃന്ദങ്ങളെ കണ്ണീരിലാത്തിക്കൊണ്ട് സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് അവകാശപ്പെടുന്നത്. ശക്തമായ ചർച്ചകൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിൽ നടക്കുന്നുണ്ട്. ആ ഒരു തീരുമാനം കേരളത്തിലെ അധ്യാപകരുടെ മേൽ ഒരു കടന്നുകയറ്റമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിലെ അധ്യാപക വൃന്ദം ഇത് അതിശക്തമായി പോരാട്ടം നടത്തി തിരിച്ചുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമരവീര പോരാട്ടത്തോടുകൂടി ഈ അധ്യാപകരുടെ സ്ഥിര നിയമനം അംഗീകരിക്കുന്നതിന് വേണ്ടി സമരമുഖത്തേക്ക് ഞങ്ങൾ ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2018 മുതൽ 2018 നവംബർ മാസം മുതൽ 2021 നവംബർ മാസം വരെയുള്ള നിയമനങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞിരുന്നു. കേരളത്തിലെ കത്തോലിക്ക മാനേജ്മെൻറ്റ് സ്കൂളുകളെല്ലാം ഈ നിയമനം ഇതേ രീതിയിൽ അംഗീകരിക്കാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. തലശ്ശേരി കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി LP സ്കൂളിൽ 10 പോസ്റ്റുകളും UP സ്കൂളിൽ 10 പോസ്റ്റുകളും അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ 3 ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 7 പോസ്റ്റുകളും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സർക്കാർ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 പ്രാവശ്യം നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഭിന്നശേഷിക്കാരെ വിട്ടുതരണമെന്ന് പറഞ്ഞ് അപേക്ഷയും വെച്ചു. നമുക്ക് ആവശ്യത്തിന് ഭിന്നശേഷിക്കാരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരുന്ന ഭിന്നശേഷിക്കാരെ യോഗ്യരായിട്ടുള്ളവരെ ഞങ്ങൾ എടുക്കാൻ സന്നദ്ധരാണ് എന്ന് സത്യപ്രസ്താവനയും കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വീണ്ടും അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ 30-ാം തീയതി നവംബർ മാസം 30-ാം തീയതിയിലെ ഓർഡർ വന്നത്. 2018 ശേഷമുള്ള നിയമനങ്ങളൊക്കെ അത് ദിവസവേതനത്തിലേക്ക് മാറ്റണമെന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2018 മുതലും 2021 നിയമിതരായ കുറേയേറെ അധ്യാപകരുണ്ട്.
ഇവിടെ നിൽക്കുന്നതിൽ തന്നെ ഈ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുറേയേറെ പേര്, അതുപോലെ തന്നെ UP വിഭാഗത്തിലേത് കുറേയേറെ പേര് നിയമനം പാസ്സാവാനുള്ളതാണ്. ഇതൊരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. അവർ ജോലി ചെയ്ത കാലങ്ങളിൽ അവരെ ഏറെ ദൂരെ നിന്ന് വരുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾ പോലും ഇവിടെയുണ്ട്. അവരുടെ ദിവസമുള്ള വണ്ടിക്കൂലി, അതുപോലെ തന്നെ ചിലരിവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇനി അത് ദിവസവേതനത്തിലേക്കാണ് ശമ്പളം എന്ന് പറയുമ്പോൾ അവർ ചെയ്ത വേറൊരു ആനുകൂല്യം കിട്ടുന്നില്ല. ശനി ഞായർ ദിവസങ്ങൾ ബാക്കിയുള്ള അധ്യാപകർക്ക് ശനി ഞായർ എന്നുള്ള ഒഴികെ അവയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു മാസാടിസ്ഥാനത്തിലുള്ള ശമ്പളമാണ്. അത് നമുക്ക് ന്യായമായിട്ടുള്ള കാര്യവുമാണ്. ഇനി ദിവസവേതനത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അവധിക്കാലത്തെ ഒരു ആനുകൂല്യമില്ല, അതുപോലെ ഈ സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അങ്ങനെയുള്ള ദൂരവ്യാപകമായ ഏറെ പ്രതിസന്ധികൾ ഇവർ നേരിടും. അതോടൊപ്പം തന്നെ ഇപ്പോൾ 38-39 വയസ്സായിട്ട് നിൽക്കുന്ന അധ്യാപകരുണ്ട്, നിയമനം പാസ്സാവാത്തവർ. അവരെ സംബന്ധിച്ചും ഇനി അത് ദിവസവേതനത്തിലാണ് പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥിര നിയമന സാധ്യത ഉണ്ടാവുന്നത് എങ്കിൽ അവർക്കൊരു സ്ഥിര നിയമനത്തിന് സാധ്യത പോലും കിട്ടില്ല. കാരണം അവരുടെ പ്രായം കവിഞ്ഞു പോകും. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്നുണ്ട്. അതിനെതിരെ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡും അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെ എല്ലാ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളും പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കുകയാണ്. തലശ്ശേരി കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ 92 സ്കൂളുകളാണുള്ളത്. ഈ 92 സ്കൂളുകളിൽ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. അതിൻ്റെ കോർപ്പറേറ്റ് തല പ്രതിഷേധ ദിനാചരണമാണ് ഇന്ന് ഈ എടൂർ സെൻറ് മേരീസ് സ്കൂളുകളിൽ വെച്ച് നടത്തുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. Woodmart. Sofa set, bedroom set, dining table set, wardrobe and coat, fancy light തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. Woodmart, Edu Road, Madathiel, Irati Road, Mattannur.